ഇപ്പോൾ മറ്റൊരു വാർത്ത ദില്ലിയിൽ നിന്നും വി എസ് രഞ്ജിത്ത് നൽകുന്നത്. വി എസ് രഞ്ജിത്ത്, പ്രത്യേക പാർലമെന്റിന്റെ സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ കാശ്മീരിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കത്തയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാനുള്ള സാധ്യതയുണ്ടോ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ, നാളെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭാ യോഗമായിരിക്കും പ്രത്യേക പാർലമെന്ററി യോഗം വിളിച്ചു ചേർത്ത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖർഗെയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന്റെ മൊത്തം ഐക്യം സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒരു പ്രമേയം പാസ്സാക്കും തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ എന്നുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖർഗെയും കത്തയച്ചിട്ടുള്ളത് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഈ പഹൽഗാമിലെ ഭീകരാക്രമണം രാജ്യത്തെ മുഴുവൻ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം നൽകേണ്ടതുണ്ട്. അതിന് പ്രത്യേക പാർലമെന്ററി യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കേണ്ടതുണ്ട്. മുഴുവൻ രാജ്യവും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊരു സന്ദേശം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ആവശ്യം. രാജ്യസഭയിലെ കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനുമായിട്ടുള്ള മല്ലികാർജുന ഖർഗെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും രണ്ടുപേരും ഒരേപോലെ തന്നെ ഇക്കാര്യം കത്തയച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. RJD കഴിഞ്ഞ ദിവസം ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളും സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. നാളെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്ന ഘട്ടത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഒരുപക്ഷെ അനുകൂലമായൊരു നടപടി ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നൊരു സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിലും പാകിസ്ഥാനും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ ഈ മല്ലികാർജുന ഖർഗെയുടേതാണെങ്കിലും സിദ്ധരാമയ്യയുടെയൊക്കെ പ്രസ്താവനകൾ അത് പാകിസ്ഥാനിൽ പോലും വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നതായിട്ട് ഇന്നലെ രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ രാജ്യം ഒറ്റക്കെട്ടല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിമർശനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് സന്ദേശം നൽകേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് വരുന്നത്. ആ കത്തിനോട് അനുകൂലമായി പ്രതികരിക്കാനാണ് സാധ്യത. ഓക്കെ, വി എസ് രഞ്ജിത്താണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് ഡൽഹിയിൽ നിന്നും. ആദിൽ പാലോട് പഹൽഗാമിൽ നിന്നും ശ്രീനഗറിൽ നിന്ന് നോബൽ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിയത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്പർ 1, ജമ്മു കാശ്മീരിലുള്ള 87 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ 43 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയെ മുൻകരുതി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.